അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ അടുത്തു. ഈ ദിവസം അത്രയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നമുക്ക് കഴിഞ്ഞു. കുറേയൊക്കെ നമ്മൾ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സഹനത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിച്ച് മറ്റുള്ളവർക്കും സഹായികളായി വർത്തിക്കാൻ നമുക്ക് കഴിയും. ഇത് റമദാനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ രൂപത്തിൽ മാനവതയെ വാർത്തെടുക്കുകയും രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഖുർആനിൻ്റെ സമീപനം. വീണ്ടും അള്ളാഹു സൂചിപ്പിക്കുന്ന ശ്രദ്ധേയമായൊരു വചനം ഇങ്ങനെയാണ്: വൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് നാം അനുഗ്രഹമായി നൽകിയവകളിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം, നിങ്ങളുടെ മരണം എത്തും മുമ്പേ. മരണം എപ്പോൾ എങ്ങനെ നമ്മളിൽ സംഭവിക്കുമെന്നൊന്നും നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സാധ്യമാകുന്ന നന്മയിൽ ഇനിയും നമ്മൾ വ്യാപൃതരാകണം എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പ്രത്യേകം ഒരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നു അതിനോടനുബന്ധിച്ച്: നിങ്ങളൊരു ഉത്തമ മനുഷ്യനാകണം, ഏറ്റവും നല്ല മാതൃകയുള്ള വ്യക്തിത്വമാകണം. അതുകൊണ്ട് തന്നെ ഖൗലുൻ മഅറൂഫുൻ വ മഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദൻ വല്ലാഹു ഗനിയ്യുൻ ഹലീം. നല്ല നല്ല വർത്തമാനങ്ങൾ അതായിരിക്കും ഏറ്റവും മെച്ചം. സദഖ കൊടുക്കുകയും അതിനോടനുബന്ധമായി മോശപ്പെട്ട വർത്തമാനങ്ങൾ, ഉപദ്രവകരമായ സംസാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നത് ഗുണകരമല്ല. അതിനേക്കാൾ മെച്ചപ്പെട്ടത് നല്ല വർത്തമാനങ്ങൾ പറയലാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സദഖയെയും നമ്മുടെ ദാനധർമ്മത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വർത്തമാനവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ എന്നർത്ഥം. കാരണം അള്ളാഹു പരാശ്രയരഹിതനാണ്. ഒരാളുടെയും ആശ്രയം അള്ളാഹുവിന് ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഹലീമാണ് അവൻ, പരമദയാലുവാണ്. നമ്മളും അങ്ങനെയാകണം. നമ്മൾ വിട്ടുവീഴ്ചയുണ്ടാകണം, ക്ഷമിച്ചു കൊടുക്കാനുള്ള മാനസികമായ വിശാലത നമുക്കുണ്ടാകണം. എന്തെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളല്ലാത്തവരിൽ നിന്ന് നമ്മളുടെ നേരെ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും അതോടൊപ്പം തന്നെ ദയ കാണിക്കുവാനും നമുക്കും കഴിയേണ്ടതുണ്ട് എന്നർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ സ്വീകരിക്കുന്ന മനുഷ്യന് ഒരു ഉത്തമ വ്യക്തിത്വമായി മാറുകയാണ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ധർമ്മിഷ്ഠരാകണമെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഭൗതികമായി ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളൊന്നും തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തടസ്സമാകരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ വചനം സൂചിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്നേഹമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമദാനിൽ കാണുന്ന സന്ദർഭത്തിൽ അടിച്ചു വീശുന്നൊരു കാറ്റായിരുന്നു നബി എന്നാണ് പറയുകയുണ്ടായത്. അത് ഉദ്ദേശിക്കുന്നത് സൽക്കർമ്മങ്ങളുടെ വ്യാപനത്വം കൂടുതലാക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമശാലിയായിരുന്നു എന്നർത്ഥം. ഇതൊക്കെ നമുക്ക് മാതൃകകളാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ദിനരാത്രങ്ങൾ കൂടുതൽ നന്മകളിൽ മാത്സര്യബുദ്ധിയോട് കൂടി മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ നാം ഏവരെയും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.